ഇന്ന് ടൊമാറ്റോ റൈസും ഉരുളക്കിഴങ്ങ് പാൽക്കറിയാണ് കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഐറ്റമാണ്. കുക്കർ വെച്ച് ചൂടാകുമ്പോൾ നെയ്യൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ക്യാഷ്യൂ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഉപ്പും ഒരിത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അരി വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഉരുളക്കിഴങ്ങ് പാൽക്കറിക്ക് വേണ്ടിയിട്ട് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട്, പെരിഞ്ജീരകം, എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചേർത്തിട്ട് നന്നായിട്ട് നരച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ്, അതും കൂടെ ചേർത്ത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചതിന് ശേഷം മല്ലിയിലയും കൂടെ തൂവിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്ത്